നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം. എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച്. ലെറ്റ്സ് ബി യോഴ്സ്. ലോറൽ മെർക്കുറി അക്കാദമി, നിയർ ബർഗർ ലോഞ്ച്, താഴെപ്പാലം, തിരൂർ. 9847790890. ലോകത്തിൽ വ്യത്യസ്തമായ ആരോഗ്യ സംവിധാനമുള്ള സംസ്ഥാനമായി കേരളം മാറിയെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. തിരൂർ ജില്ലാ ആശുപത്രിയിൽ ധനകാര്യ കമ്മീഷന്റെ 45 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച് 360 ഡിഗ്രി മെറ്റബോളിക് ഡിസീസ് മാനേജ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ അധ്യക്ഷത വഹിച്ചു. സാധാരണക്കാരായ രോഗികൾക്ക് അവർക്കാവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തുവരുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ തിരൂർ ജില്ലാ ആശുപത്രിയിൽ തിരൂർ നഗരസഭയുടെ ഹെൽത്ത് ഗ്രാന്റ് വിനിയോഗിച്ച് നിർമ്മിച്ച 360 ഡിഗ്രി മെറ്റബോളിക് ഡിസീസ് മാനേജ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോകുന്ന അവയവ മാറ്റ ശസ്ത്രക്രിയ നടത്താൻ ഉള്ള പുതിയ ആശുപത്രിക്ക് നമ്മൾ തറക്കല്ലിട്ട് കഴിഞ്ഞു. ഏകദേശം 450 കോടി രൂപ ആദ്യഘട്ടത്തിലും മൊത്തത്തിൽ 1000 ചില്ലാൻ കോടി രൂപയുടെ ഏറ്റവും ബൃഹത്തായ ഒരു പദ്ധതിയാണ് ഇന്ത്യയിൽ ആദ്യമായി തന്നെ നമ്മുടെ നാട്ടിൽ കോഴിക്കോട്ട് നമ്മൾ പണിയാൻ പോകും. കാരണം ഇന്ന് അവയവ മാറ്റ ശസ്ത്രക്രിയ, ഇപ്പോൾ കരൾ മാറ്റലായാലും കിഡ്നി മാറ്റായാലും ഹൃദയം മാറ്റിവെക്കലായാലും ഇതൊക്കെ തന്നെ സാധാരണയായിട്ടുള്ള ശസ്ത്രക്രിയയായി മാറിയിട്ടുണ്ട്. പക്ഷേ സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ള സർക്കാർ ആരോഗ്യവകുപ്പിൻ്റെ ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ കോഴിക്കോട്ട് ഇത്രയും വലിയൊരു ആശുപത്രിക്ക് നമ്മളിപ്പോൾ അതിൻ്റെ പണി തുടങ്ങി. ആലപ്പുഴയിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഏത് രോഗങ്ങളെ കണ്ടെത്താൻ, ഇപ്പോൾ നിപ്പ പോലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ കോവിഡ് പോലുള്ള രോഗങ്ങൾ, അതേപോലത്തെ ഏത് വൈറസുകൾ നമ്മുടെ നാട്ടിൽ വന്നാലും അതിനെ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മൾ ആലപ്പുഴയിൽ ആരംഭിച്ചത്. അങ്ങനെ ഓരോ വിഭാഗങ്ങൾക്കും പ്രത്യേകം സൗകര്യങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് ലോകത്ത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആരോഗ്യ സംവിധാനമുള്ള ഒരു സംസ്ഥാനമായി നമ്മൾ മാറാൻ കഴിയും. അത് നമ്മൾ കേട്ടതാണ്. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ലോക രാജ്യങ്ങൾ പോലും ആ രോഗത്തെ ഭയർന്ന് മാറി നിൽക്കുമ്പോൾ കേരളത്തിലുമാണ് കൃത്യമായിട്ടുള്ള ചികിത്സ നമുക്ക് നൽകാൻ കഴിയും. നമ്മുടെ രോഗികളെ വീട്ടിൽ നിന്നും ആംബുലൻസിലെത്തി ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചികിത്സ നൽകുന്നതിന് നമ്മൾ ആരോഗ്യ പ്രവർത്തകർ മുന്നിട്ട് വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ ഒരു ഒറ്റ പ്രവർത്തനം തന്നെയാണ് ലോകത്തിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ മേഖലയും മാറ്റിയെടുത്തത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ അധ്യക്ഷത വഹിച്ചു. ഭരണകൂടങ്ങൾ സാമ്പത്തിക പ്രയാസങ്ങളിൽ വരുമ്പോൾ പ്രാദേശിക ഭരണകൂടങ്ങൾ ഇടപെടുന്നത് അഭിനന്ദനാർഹമാണെന്ന് MLA കുറുക്കോളി മൊയ്തീൻ പറഞ്ഞു. 20 കോടിയിലധികം രൂപയാണ് ജില്ലാ ആശുപത്രിയുടെ വികസനത്തിനായി ജില്ലാ പഞ്ചായത്ത് ചിലവഴിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യവകുപ്പ് പ്ലാൻ ഫണ്ട് 5 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ഫാറ്റി ലിവർ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ MLA നിർവഹിച്ചു. നമുക്കറിയാം, നമ്മുടെ ഭരണകൂടങ്ങൾ സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് വികസനങ്ങളൊക്കെ മന്ദഗതിയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രാദേശിക ഭരണകൂടങ്ങളുടെ ഇടപെടലുകൾ എത്രമാത്രം പ്രാധാന്യവും നമുക്കൊക്കെ എത്രമാത്രം ഗുണകരവുമാണ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഈ അവസരം നമുക്ക് ഫലപ്രദമാണ്. ഞാൻ അതുകൊണ്ടാണ് അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കാനുണ്ടായ കാരണം, ഇതിനകം തന്നെ കോടിക്കണക്കിന് രൂപയുടെ 20 കോടിയോളം വരുന്ന രൂപ, അത്രയും ധനം നമ്മുടെ ഈ ആശുപത്രിക്ക് വേണ്ടി, നമ്മുടെ സ്വന്തമല്ല, തിരൂർക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്നെനിക്കറിയാമെങ്കിലും ഇവർക്കെല്ലാവർക്കും വേണ്ടി, നമുക്കെല്ലാവർക്കും വേണ്ടി ഇവിടെ നിക്ഷേപം നൽകാൻ തയ്യാറായി ജില്ലാ പഞ്ചായത്ത് എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള സംഗതി. ജില്ലാ പഞ്ചായത്ത് ധാരാളം ഇതേപോലുള്ള ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ആരോഗ്യ മേഖലയിൽ നടത്തുന്ന ഇടപെടലുകൾ ചെറുതല്ല. ഇപ്പൊ ഞാനിങ്ങനെ ഒന്നും കൂടി ക്ലിയർ ചെയ്യേ, ഞാനിങ്ങനെ ഒരു സ്വകാര്യം പറഞ്ഞതാണ്, അല്ലാതെ ഞങ്ങൾ വേറെ സ്വകാര്യമൊന്നും പറഞ്ഞതല്ല. എന്താ പറഞ്ഞത്? 120 ആളുകൾ നമ്മുടെ ജില്ലയിൽ കരം മാറ്റിവെച്ച് ചികിത്സ നടത്തി വിശ്രമ വേളയിലായി കഴിയുന്ന ചികിത്സ നടത്തി വരുന്ന ആളുകളുണ്ട്. ഞാൻ അതിൻ്റെ എത്ര തുകയാണ്, ആ തുകയെക്കുറിച്ച് ഒരു വലുപ്പമൊന്ന് ചോദിച്ചു. നമുക്കറിയാം, പല ഏജൻസികൾ നൽകുന്ന പെൻഷനും കാര്യങ്ങളൊക്കെ മുടങ്ങുന്നതും അത് കുറക്കുന്നതും
തപ്പിത്തണിഞ്ഞ് നീങ്ങുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. 360 ഡിഗ്രി മെറ്റബോളിക് ഡിസീസ് സെന്ററിന്റെ ഭാഗമായ ലാബിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R രേണുക മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ TN അനൂപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. രാമൻകുട്ടി പാങ്ങാട്ട്, നസീബ അസീസ് മയ്യേരി, KK അബ്ദുൽ സലാം മാസ്റ്റർ, അഡ്വക്കേറ്റ് S ഗിരീഷ്, ഡോക്ടർ V ഫിറോസ് ഖാൻ, TN സിനി, ഡോക്ടർ മുരളീധരൻ, വെട്ടം ആലിക്കോയ, A ഗോപാലകൃഷ്ണൻ, പാറപ്പുറത്ത് കുഞ്ഞുട്ടി, രാജ് K ചാക്കോ, PT ഷഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. തിരൂർ നഗരസഭ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP ഫാത്തിമത്ത് സജന സ്വാഗതവും ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ C അലിഗർ ബാബു നന്ദിയും പറഞ്ഞു. TVN ന്യൂസ് തിരൂർ. തിരൂർ നഗരഹൃദയത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ AC ക്ലാസ് റൂമുകൾ, ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ മെന്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ്, മന്ത്ലി ആൻഡ് വീക്ക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ, വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരമുയർത്തുന്ന അന്തരീക്ഷം. സയൻസ് ട്യൂഷനൊപ്പം നീറ്റ്, JEE, CUT ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നു. ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം. റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും ചേരാനുള്ള സൗകര്യം. ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം. എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച്. ലെറ്റ്സ് ബി യോഴ്സ്. ലോറൽ മെർക്കുറി അക്കാദമി, നിയർ ബർഗർ ലോഞ്ച്, താഴെപ്പാലം, തിരൂർ. 9847 790 890.